ഇനി ഒരിക്കലും സാധിക്കാത്ത, ഒരിക്കലും നടക്കാത്തൊരു കാര്യങ്ങൾ ചോദിച്ചു വിചാരിച്ചോളി. എന്റെ കുട്ടിക്ക് SSLC 10ാം ക്ലാസ്സിൽ 1ാം റാങ്ക് കിട്ടണേന്ന് പറഞ്ഞു. നിങ്ങളെ കുട്ടി അങ്ങനെ 1ാം റാങ്ക് കിട്ടാനുള്ള പഠിത്തൊന്നും ഇല്ലെങ്കിലും 1ാം റാങ്ക് കിട്ടണേ നിങ്ങൾ പ്രാർത്ഥിച്ചാല്, ആ 1ാം റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് തുല്യമായിട്ട് അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നാളെ പരലോകത്ത് തരുന്നു. കാരണം എന്താണ്? അത് ആരാധനയാണ്. അതിന് അള്ളാഹു പ്രതിഫലം തരും. അതൊന്നില്ലെങ്കിൽ ചോദിച്ചത് അപ്പൊ തന്നെ തരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് തരും, അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങൾക്ക് അള്ളാഹു മാറ്റിത്തരും. ഇതൊന്നുമില്ലെങ്കിൽ നാളെ തോനെ പ്രതിഫലം ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നിങ്ങൾക്ക് തരും. അപ്പൊ അതുകൊണ്ട് ഒരു നഷ്ടമില്ല. അതന്നെയാണ് ജീവിതം. നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടപ്പം എന്താണ്? ഇവിടുന്ന് പോകാൻ വണ്ടി കയറുമ്പോൾ ഒരു പ്രാർത്ഥന അല്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിയിൽ കയറിയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, ഇറങ്ങിയപ്പം പ്രാർത്ഥിച്ചു, വണ്ടി കയറുമ്പോൾ പ്രാർത്ഥിക്കും, ആ വീട്ടിൽ എത്തുമ്പം എല്ലാം നമ്മളെ ജീവിതം ഉറങ്ങാൻ കിടപ്പിന് ഒന്നുണ്ടാക്കും. പിന്നെ നമ്മൾ നല്ലൊരു പ്രാർത്ഥനയിൽ കിടക്കും, ആയത്തുൽ കുർസി ഓതും, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഹയ്യാന്നിട്ട് നമ്മൾ എന്താണ് കിബിലക്ക് വലത്തെ ഭാഗമാക്കിയിട്ട് നമ്മൾ ഖബർ കിടക്കണ മാതിരിയെ കിടക്കുക. നമ്മൾ മരിച്ചാൽ എന്താണ്? മരിച്ചാൽ അങ്ങനെ മരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല ആയത്തുൽ കുർസിയൊക്കെ ഓതി, ആമൻ റസൂലൊക്കെ ഓതി മരിച്ചാല് നമ്മൾ സ്വർഗത്തേക്കാ പോവാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ എല്ലാ പ്രാർത്ഥന നിർഭരമായ ജീവിതമാണ് ഒരു വിശ്വാസിയുടേത്. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു നഷ്ടമില്ല. ഇതിൽ എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും നമുക്ക് ഇതിൽ നഷ്ടം വരാനില്ല. അതുകൊണ്ട് ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി എന്ന് വരുമ്പം സഹോദരങ്ങൾ, അത് നമ്മുടെ റാങ്ക് ദറജ അത് ഉയർത്തും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പ്രയാസം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ ആയുധം. നമ്മളങ്ങനെ നമുക്ക് ഒരു ക്യാൻസർ ഒന്നും മാറൂല എന്ന് എല്ലാവരും പറഞ്ഞാലും എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിച്ചു. കാരണം എന്താണ്? എല്ലാം മാറ്റാൻ കഴിയുന്നവനാണ് എൻ്റെ റബ്ബ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്നതൊക്കെ എന്താണ്? അതൊക്കെ നമുക്ക് വലിയ പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുമെന്നുള്ളതാണ്. അങ്ങനെ ആ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിലേക്ക് വിനയാന്വിതനാകുന്ന ഒരവസ്ഥ പരീക്ഷണത്തിൽ വരും. അതാണ് പരീക്ഷണത്തിന്റെ പ്രത്യേകത. ഒരു പ്രയാസത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിലേക്കൊന്ന് ഒതുങ്ങും, അള്ളാഹുവിലേക്കൊന്ന് മടങ്ങും. മാ യുസീബുൽ മുഅ്മിനു മിൻ നസബിൻ വലാ വസബിൻ ഹത്താ ശൗകതി യുശാകിഹുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. എന്താണ്? അവനെ ബാധിക്കുന്ന ഒരു മുള്ള് തറച്ചാൽ പോലും, അല്ലേ? ഒരു മുള്ള് തറക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഏറ്റവും ചെറിയ ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും ചെറിയൊരു പ്രയാസമാണ് ഒരു മുള്ള് തറക്കാറിനാല്. ഇന്ന് കുട്ടിയാൾക്ക് മുള്ള് തറക്കാരൻ എന്താന്ന് തന്നെ അറിയുണ്ടാവില്ല, അല്ലേ? പണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറഞ്ഞാല് മുള്ളു തറക്കലും മരപ്പടിമ കാല് വെച്ചു തെളിയുന്നു. അത് രണ്ടും ഇപ്പല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഒരാൾക്കുണ്ടാണ്, ചെറിയൊരു പ്രയാസം. ഇപ്പൊ ഏറ്റവും വലിയ പ്രയാസം ഫോൺ കയ്യിൽ നിന്ന് മുകണതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വല്ലാത്തൊരു ടെൻഷൻ. സ്ക്രീൻ കഴിഞ്ഞ ആഴ്ച സ്ക്രീൻ മാറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇഞ്ഞും പഠിച്ചോനെ അതിമ വര മൂണോ പൊട്ടിയോ അങ്ങനത്തെ പേടിയൊക്കെയാണ് ഇപ്പൊ നമുക്ക്. മുള്ളുത്തിയിട്ടൊന്നും ഇപ്പൊ ആർക്കും ഇപ്പോ ബേജാറില്ല എന്നൊക്കെ തോന്നുന്നത്. അതേമാതിരി വെള്ളക്കുപ്പായിട്ട് കണ്ട് അച്ചാറ് കറിയൊക്കെ തെറിച്ച അതിനൊക്കെയാണ് ഇപ്പൊ നമുക്ക് ടെൻഷൻ. അപ്പൊ ഞാൻ ടെൻഷൻ എന്തു ആട്ടെ, നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു വിഷമവും ഏതൊരു പ്രയാസവും എന്താണു അതിന് അല്ലാഹു നിങ്ങൾക്ക് ഒരു പ്രതിഫലം നൽകാതെ കൂല എന്നാണ്. അതുകൊണ്ട് വിശ്വാസിക്ക് എന്തില്ല? ഒരു നഷ്ടം ഈ ജീവിതത്തിലില്ല. ഒക്കെ എന്താണ്? എല്ലാം ലാഭമാണ്. ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും, അപ്പൊ പടച്ചോൻ പിന്നെയും അവന് കൊടുക്കും, കൂലി കൊടുക്കും. ഒരു സന്തോഷം ഉണ്ടായാലോ അപ്പൊ അള്ളാഹ്ക്ക് ഹംദ് ചെയ്യും, ശുക്ർ ചെയ്യും. അപ്പൊ അള്ളാഹു പിന്നെ അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും, അപ്പൊ അവന് പിന്നെയും കിട്ടും, പിന്നെയും ശുക്ർ ചെയ്യും. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തില്ല? നമ്മള് എന്താണ് തോറ്റു എന്ന്, എന്താണ് നഷ്ടമായി, അല്ലെങ്കിൽ നമ്മള് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വിശ്വാസിക്ക് എന്തില്ല? ഇല്ല. പിന്നെ എന്താ വെച്ചാല് അലാ ബിദിക്രില്ലാഹി തുത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണെന്നാണ്. ഈ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഈ ചെല്ലല് മാത്രല്ല, അള്ളയാണല്ലോ ഇതിനിക്ക് തന്നത്, അല്ലേ? അള്ളയാണല്ലോ ഇത് പരിഹരിക്കാൻ ഏറ്റവും കഴിവുള്ളവൻ. ആ അള്ളഹാനോടാണല്ലോ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ അള്ളഹാനോടാണല്ലോ ഇപ്പൊ ഞാൻ ഈ നിസ്കാരത്തില് എന്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ ഈ നിസ്കാരത്തിൽ നോക്കി 17 പ്രാവശ്യം ഫാത്തിഹ ഓതുമ്പം തന്നെ നമ്മൾ അള്ളഹാനോട് എത്ര സംസാരിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹു അക്ബർ എന്നുള്ളൊരു വാക്ക് ഞാൻ ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പൊ എൻ്റെ ഒരാളുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കണേ, നിങ്ങളുടെ പ്രസംഗം കേട്ടു, ഒരു ദിവസം എത്ര അല്ലാഹു അക്ബർ ചെല്ലുന്നുണ്ട് നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു. ഞാൻ കൂട്ടി നോക്കി പറഞ്ഞിട്ട് ഒരു എണ്ണ അയച്ചു നിനക്ക്, ഞാൻ മറന്നത് എത്ര 559 എന്തൊരു എണ്ണൊക്കെ ഉണ്ട്. അതായത് ബാങ്ക്, ഇക്കാമത്ത്,
നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ ഫർളിൽ മാത്രം കേട്ടോ. പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ള 33, പിന്നെ ബാങ്ക്, ഇക്കാമത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള 33, ഉറങ്ങാൻ നേരത്തുള്ള 34, ഫർളിൽ മാത്രം കൂട്ടിയിട്ട് എത്ര 500 ചില്ലാനോ അയച്ചെന്നുണ്ട് മൂപ്പര്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വാക്ക് അത്ര തവണ ഒരു ദിവസം പറയുന്നുണ്ടോ? അല്ലാഹു അക്ബർ എന്ന് ചുരുങ്ങിയതൊരു 500 വട്ടം പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൽ ഒരു വട്ടെങ്കിലും ഒറ്റ പ്രാവശ്യെങ്കിലും ഒന്ന് ഹൃദയത്തിൽ തട്ടിയൊരു അല്ലാഹു അക്ബർ പറഞ്ഞാല് നമ്മളെ ജീവിതം എത്ര മാറിയിട്ടുണ്ടാവും. എന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു വലിയ ആളാണെന്ന് അതിന്റെ അർത്ഥം അല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ പടച്ചോനാണ്. പടച്ചോൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. എന്റെ ജീവിതത്തിന്റെ നിലപാടതാണ്. എന്റെ സംസാരമാകട്ടെ, എന്റെ വാക്കുകളാകട്ടെ, എന്റെ പ്രവൃത്തികളാകട്ടെ, എന്റെ ചിന്തകളാകട്ടെ, എന്റെ ഡീലിങ്സ് ആകട്ടെ, എന്തുള്ളൂ അത് അള്ളാഹുവാണ്. അള്ളാഹ്ക്കും റസൂലിനും പൊരുത്തപ്പെട്ടതല്ലാത്തൊരു പരിപാടി എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അത് ഒരു അല്ലാഹു അക്ബറിനെ നമ്മൾ മനസ്സിൽ കൊണ്ടാല്, ഒറ്റ അല്ലാഹു അക്ബർ നമ്മൾ മനസ്സിൽ കൊണ്ടുകണമെങ്കിൽ നമ്മൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ പറയണൊന്നും നമ്മൾ ആലോചിക്കാതെ പറയണം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊന്ന് കുറെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞു കുറെ ചെയ്യാനില്ല. നമുക്ക് ചെയ്യണതൊന്ന് മനസ്സറിഞ്ഞൊന്ന് നന്നാക്കി ചെയ്താൽ മതി. നമ്മൾ എവിടെ എത്തും. നമ്മളിപ്പോ ഈ നിസ്കരിച്ചിട്ട് 5 നേരത്തെ നിസ്കാരം ഈ ചെല്ലണമൊക്കെ ചെല്ലിയാൽ മതി. പുതിയതൊന്നും നിങ്ങൾ ചെല്ലണ്ട, പുതിയതൊന്നും നിങ്ങൾ പഠിച്ചും വേണ്ട. ഈ ചെയ്യണ കാര്യങ്ങൾ കുറച്ചൊരാത്മാർത്ഥതയോട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അത് എന്താ പറയുക. ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറഞ്ഞ ആളാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ഖവാരിജിനെ 3 ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിൻ റളിയല്ലാഹു അൻഹുവിനെയും 3 ആൾക്കാരെ സുബൈക്ക് പള്ളിക്ക് പോകുമ്പോൾ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിൽ മുആവിയ റളിയല്ലാഹു അൻഹു തോന്നുന്നു സുബൈക്ക് അന്ന് പനി എന്താ കാരണം പള്ളിയിൽ പോയില്ല. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ അംർ ഇബ്നു ആസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിന് ആള് മാറി തോന്നുന്നു കുത്തിയാക്ക്. അലി റളിയല്ലാഹു അൻഹു മാത്രമാണ് കുത്തു കൊണ്ടത്. പിന്നെ അലി റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കൊന്നത് അബ്ദുറഹ്മാൻ ബിൻ മുൽജിമാണ്. ഇപ്പോ തെൽബീസ് ഇബ്ലീസ് എന്ന കിതാബില് ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, അന്ന് ഈ പ്രതിക്രിയ ചെയ്യും. അതായത് എന്റെ കുടുംബക്കാരാണ് പിന്നെ എന്നെ കൊന്ന ആളെ കൊല്ല. ഇപ്പൊ ജഅഫർ ബിൻ അബീ ത്വാലിബ്, ജഅഫർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിന്റെ ബ്രദറാണ്. ജഅഫർ ബിൻ അബീ ത്വാലിബ് മൂപ്പരാണ് ഇനി പ്രതിക്രിയ ചെയ്യുന്നത്. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ പ്രതിക്രിയ ചെയ്ത് കൊല്ലാൻ നിൽക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താ അറിയോ? എന്നെ കൊല്ലുമ്പം എനിക്ക് ഖുർആൻ ഓതി മരിക്കണം എന്നാണ്. ഇത് അലി റളിയല്ലാഹുവിനെ കൊന്ന ആള് പറഞ്ഞെന്താണ്? എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം. അപ്പൊ അദ്ദേഹത്തോട് ജഅഫർ ബിൻ അബീ ത്വാലിബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഖലീഫയെ കൊന്ന്, അതായത് മുസ്ലിങ്ങളുടെ ഒരു ഖലീഫയെ കൊന്ന് സ്വർഗത്തിൽ പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച്, ഇസ്ലാമിൽ ഒരു ഖലീഫനെ കൊന്നിട്ട് അയാൾ വിചാരിക്കണത് അയാൾ സ്വർഗത്ത് പോകുന്നതാണ്. അതെന്തുകൊണ്ടാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ വരും, അവർ ഖുർആൻ ഓതും. ഈ ഖുർആൻ ഓതി മരിക്കണം എന്നാണ് മൂപ്പര് ആഗ്രഹം. അവർ ഖുർആൻ ഓതും. സഹാബത്തെ, നിങ്ങൾക്ക് ശേഷം ചില ആളുകൾ വരാനുണ്ട്, നിങ്ങൾ നന്നായി ഖുർആൻ ഓതിക്കോളി, കാരണം നിങ്ങൾക്ക് ശേഷം ചില ഖുർആൻ ഓതുന്ന ആളുകൾ വരാനുണ്ട്. അവരുടെ ഓത്ത് അവരുടെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങൂല എന്നാണ്. അഥവാ അവരുടെ ഹൃദയത്തെ അവരുടെ ഓത്ത് സ്വാധീനിക്കൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലോണം നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മളെ കർമ്മങ്ങൾ, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നിസ്കാരാകട്ടെ, ദിക്റാകട്ടെ, നമ്മൾ ഏതൊരു കാര്യവും കുറെ ചെയ്യണ്ട, ചെയ്യണത് കുറച്ച് ഇഖ്ലാസോടുകൂടി അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, കുറച്ച് ആത്മാർത്ഥതയോട്, കുറച്ചൊരു ഹൃദയത്തിന്റെ പ്രസൻസോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. അതിൽ നമുക്ക് എന്തൊരു നല്ല മാറ്റം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അത് നമ്മളെ അതാണ് ഈ ഇഖ്ലാസോടുകൂടി ചെയ്യാന്ന് പറഞ്ഞത്. അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങള് എന്താണ്, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ. അത് വല്ലാത്തൊരു അത്ഭുതമുള്ള ആയത്താണ്. മദ്യം നിരോധിക്കുന്നതിന്റെ മുമ്പ് ഇറങ്ങിയ ആയത്താണ്. നിങ്ങൾ വെള്ളടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത്. അതായത് വെള്ളടിച്ച് അതിന്റെ കിക്കായി കണ്ട് എന്ത് ചെയ്യരുത്, നിസ്കരിച്ചാൻ വരരുത്.
അതാണ് വലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ, മത്തന്മാരായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് പറഞ്ഞാല് പിന്നെയാണ് മദ്യം പൂർണ്ണമായി നിരോധിച്ചത്. ആ ആയത്ത് എന്തുകൊണ്ട് എപ്പോഴും ഖുർആനിലുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ആയത്ത് ഖുർആൻ ഒഴിവാക്കിയിട്ടില്ല. ആ ആയത്ത് ഇപ്പോഴും നമ്മൾ ഓതുന്നുണ്ട്. അതിന്റെ അടുത്ത ബാക്കി എന്താ നിങ്ങള് അതിന്റെ ബാക്കി ഭാഗം എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞത്? നിങ്ങൾ ചെല്ലുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ വെള്ളടിച്ച നിസ്കാരം നിസ്കരിച്ചത്. അങ്ങനത്തെ നിസ്കാരം മാണ്ടാന്നാണ്. വലാ തഖ്റബു സ്വലാത്ത, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. അൻതും സുകാറ, മത്തന്മാരായിക്കൊണ്ട്, ലഹരി ബാധിച്ചുകൊണ്ട്. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ അറിയണം. അങ്ങനെയാണ് നിസ്കരിച്ചത്. അപ്പോഴാണ് നമ്മൾ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നും ഇത് അള്ളഹാനോടുള്ള സംസാരമാണെന്നും ഇതെന്താണ് 17 പ്രാവശ്യം പടച്ചോനോട് സംസാരിച്ച ഒരാള്, ഇത്രയും 10, 300, 400, 500 ഒട്ടൊക്കെ ഒരു ദിവസം അള്ളാഹു അക്ബർ പറയുന്ന ഒരാള് എങ്ങനെയാണ് സഹോദരങ്ങളെ നരകത്ത് പോവുക? എങ്ങനെയാണ് പടച്ചോന് നരകത്തിൽ ഇടാൻ പറ്റുക? ആഴ്ചക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഒരു 500 തവണ നമ്മളെ ഫോൺ വിളിച്ച് നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ തോന്നൂ? ഇല്ലല്ലോ. അങ്ങനെ അത്ര ബന്ധം നമുക്ക് വേറൊരാളായിട്ട്, ഒരു മനുഷ്യനായിട്ട് പോലും അത്ര കണക്ഷൻ ഉണ്ടാവില്ല. 17 പ്രാവശ്യങ്ങൾ നിങ്ങൾ ഭർത്താവിന്, ഗൾഫിലുള്ള ഭർത്താവിന് വീഡിയോ കോൾ വിളിക്കുന്നുണ്ടോ? 17 പ്രാവശ്യങ്ങൾ ആരെങ്കിലും നിങ്ങളെ മക്കൾ ഗൾഫിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അത്ര നമ്മൾ അള്ളാനെ കണക്ഷൻ ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മളെന്തറിയോ, നമ്മൾ വെള്ളടിച്ച് നിസ്കാരം നമ്മളിതൊന്നും അറിയണില്ല. അപ്പൊ അതുകൊണ്ട് കുറെ ഒന്നും ചെയ്യണ്ട. ഈ ചെയ്യണത് കുറച്ച് ഇഖ്ലാസോട് കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ സഹോദരങ്ങളെ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. അതാണ് ഈ ദീൻ എന്ന് പറഞ്ഞത്. അതിനാണ് അള്ളാഹു ഇബാദത്തുകളൊക്കെ 5 നേരം നിസ്കാരം വെച്ചതും. ഈ ഈമാൻ പറ്റ ഡൗൺ ആവുമ്പോ എനിക്ക് തോന്നും നമ്മൾ നിസ്കാരം നമ്മൾ പറ്റ പുടുത്തം വിട്ടാലേ നമുക്ക് ആകെ ഉണ്ടാകുക 5 നേരത്തെ നിസ്കാരം ഉണ്ടാവുള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ആകെ കഴിഞ്ഞു നമ്മളവസ്ഥ. ഇടക്കൊക്കെ തോന്നും നമ്മൾ പറ്റങ്ങനെ നല്ല തിരക്കുള്ള ദിവസമൊക്കെ ചിലപ്പോൾ ഈ ഫർള് മാത്രം പള്ളി പോയി വിടും, ബാക്കിയൊരു കണക്ഷനും പടച്ചോനിട്ടുണ്ടാവില്ല, ദിക്കർ ചെല്ലിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സുബാനിനെ കൂടി ചെല്ലാതെ സലാം വീട്ടിലേക്ക് നീച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ 5 നേരം നിസ്കാരം കൂടി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കാരം? അപ്പൊ അങ്ങനെ പടച്ചോൻ ആ കണക്ഷൻ പോകാതൊക്കെ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ ദീനിൽ വെച്ചാണ് ആലോചിച്ച് നോക്കി. ഈ 5 നേരത്തെ നിസ്കാരം, ഫർള്, സുന്നത്ത്, ദിക്ർ, അല്ലേ? ഇത്രയും പടച്ച ഒരു കണക്ഷൻ വെച്ച് ആ അടിമ കണക്ഷൻ വിട്ടുപോകാതെക്കാനാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സീരിയസ് ആയിട്ട് ആ കണക്ഷൻ എടുക്കുക. അതൊരു നല്ലൊരു 5G വൈഫൈ കണക്ഷൻ, അങ്ങനെ നിന്ന് തിരിയാത്ത ഫുൾ ടൈം ഇങ്ങനെ 5 പുള്ളി നിൽക്കണേ, പച്ചപ്പുള്ളി ഇങ്ങനെ കത്തി, നമ്മളെ വൈഫൈന്റെ മോഡലില് പച്ചപ്പുള്ളി ഇങ്ങനെ 5 ഇങ്ങനെ കത്തി നിൽക്കണേ ഒരു കണക്ഷൻ പടച്ചോനായിട്ട് എന്ത് വേണം? നമുക്ക് വേണം, മരിക്കോളം വേണം. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാല്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മള് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പം അത് വല്ലാത്തൊരു പ്രാർത്ഥന. ലോകത്തിലെ ഏറ്റവും പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ മാതാവാണത്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥന അല്ല. എന്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? പടച്ചോനെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകണേ എന്ന് പറയുമ്പം 3 കാര്യമാണ് അവിടെ ഉള്ളത്. 3 കാര്യം. ഒന്നെന്താ നിങ്ങള്? ഒന്ന് കറക്റ്റ് സിറാത്തുൽ മുസ്തഖീം തന്നെ എത്തണം. 2 എത്തിയാ പോരാ, അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റണം. നിസ്കരിച്ച്, നോമ്പോറ്റ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്, തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ എടങ്ങാറായിട്ടല്ല. ചില ആൾക്കാരുണ്ട് എടങ്ങാറായിട്ട് എത്താപ്പോ അതിനും പോകാൻ പറ്റില്ല, സിനിമയും കാണാൻ പറ്റില്ല, അതും പറ്റില്ല, ഇതും എത്തുമല്ല, അങ്ങനെ എടങ്ങാറായിക്കല്ല, ഇഷ്ടപ്പെട്ട് നിൽക്കാണ്. പടച്ചോനെ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെട്ട് നിൽക്കുക, അത് വേറെ വൈബാണ്. അങ്ങനെ നിൽക്കാൻ പറ്റുക ഏതുവരെ? മരണം വരെ. അതാണ് 3 കാര്യമാണ്. ഒന്ന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് എത്തിപ്പെട്ടാൻ പറഞ്ഞു. ഏതവസ്ഥയിലും അതിലിങ്ങനെ നിൽക്കാൻ പറ്റണം. അതിന് തൗഫീഖാണ്. ബാങ്ക് ഇങ്ങനെ കൊടുത്താൽ തരങ്ങള് അത് പീടിയാണ്. ഈ പീടിയെ പൂട്ടി അങ്ങോട്ട് പള്ളിക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം പോരാ, അവിടെ തടസ്സങ്ങൾ വരാതിരിക്കണം. പെരീന്ന് വിളിച്ചാണ് വല്യമ്മ വീണുകണ്, പിന്നെ പോണ്ടി വരും. നമുക്ക് ഉമ്മ വീണു എന്ന് പറഞ്ഞാ പിന്നെ നമുക്ക് ബാങ്ക് കൊടുത്ത് ഇക്കാമത്തൊടുത്താൽ നമുക്ക് ഉമ്മ വീണതാണ് ഏറ്റവും മുൻഗണന. കാരണം നിസ്കാരം പിന്നെ നിസ്കരിച്ച അപ്പൊ നമ്മള് പെരീക്ക് പോണ്ടി വരും. അപ്പൊ നമുക്ക് ആ ജമാഅത്ത് പോയി. അപ്പൊ ഉമ്മ ആ സമയത്ത് വീഴാതെക്കണമെങ്കിൽ എന്ത് വേണം? തൗഫീക്ക് വേണം.
അതെപ്പോഴാ കിട്ടുക? അതാ പ്രധാന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ നിന്ന് ബാങ്കിന് കേട്ടാ പള്ളിക്ക് പോകാൻ തോന്നണം അല്ലേ? ഒരു റമദാനാവുമ്പം പണിയൊക്കെ ഒന്ന് കുറച്ചു നേരം പള്ളിക്ക് ഇരിക്കാനുള്ള മനസ്സ് വരണം. മനസ്സ് പടച്ചോൻ തരണം. അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ അത് ഏതുവരെ വേണം? അത് കുറെ ഉണ്ടായി, അവസാനമൊക്കെ കൂടിയാണ് പോയാൽ ഫുള്ള് പോയി അല്ലേ? കുറെ കാലം നന്നായി, അവസാനം മരിച്ചാ സമയത്ത് ഇതിനൊക്കെ തെറ്റിപ്പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോഴോ അവസാന മരണം വരെ ഏറ്റവും നല്ലൊരവസ്ഥയിൽ മരണപ്പെടാൻ സാധിക്കണം. അപ്പൊ ഈ 3 കാര്യമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ ഒരാൾ ചോദിക്കണേ. ഒന്ന്, അതിലേക്ക് എത്തണം. 2, അതിലിങ്ങനെ നിൽക്കാൻ പറ്റണം. 3, അതിലാണ് മരിക്കാനും പറ്റണം. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഒരു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അത് നമ്മളെ മനസ്സിക്ക് വരണം. പടച്ചോനെ, ഇതിക്ക് എത്തണം, ഇതിലിങ്ങനെ നിൽക്കണം, ഈ തന്നെ മരിക്കണം. അത് നിങ്ങൾ ഓരോ ഫാത്തിയിലും നിങ്ങളെ മനസ്സിക്ക് വന്നാലേ പിന്നെ നിൽക്കും. നിൽക്കാനക്കാൻ പറ്റൂല. കാരണം അത്ര നമ്മൾ ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ അതിനെതിരൊന്നും വരൂല. അതാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെ മനസ്സിൽ തട്ടിയിട്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഒരു ദിവസം 17 വട്ടം പടച്ചോനോട് ചോദിച്ചിട്ട് പടച്ചോൻ എങ്ങനെ തരാതൊക്കെ. ഒരാളാ ഒരു 3 വട്ടം ചോദിച്ചാൽ തന്നെ ഞമ്മക്ക് എന്താ തോന്നുക? നമുക്ക് മാണ്ടാൻ തോന്നിയാലും ചോദിക്കുന്ന ഇടങ്ങേറൊക്കെ നമ്മൾ ജത്തിന് കാട്ടിക്കോറിയാം, കൊണ്ടേക്കോറിയാം. അത് നമ്മളൊരു മനസ്സാണ് അല്ലേ? നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും വേർപ്പിച്ചാല് കാണിച്ചാൽ കൊണ്ടേ കൂടെ അറിയാം. 17 വട്ടക്കോ അള്ളഹാനോട് നിങ്ങൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മിനിമം ചോദിച്ചിട്ട് അതെങ്ങനെ പടച്ചോൻ തരാതൊക്കെ അത്രയും കാലം. അപ്പൊ എന്താ നിങ്ങള് ഒരട്ടം പോലും നമ്മളെ മനസ്സിൽ തട്ടി നമ്മൾ ചോദിച്ചിട്ടില്ല. അവിടെയാണോ പ്രശ്നം? അതുകൊണ്ട് സഹോദരൻ, ഇവിടെ അങ്ങോട്ട് മനസ്സിൽ തട്ടി ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ അള്ളാനെ അറിയണം, അള്ളാനെ സ്നേഹിക്കണം, അള്ളാഹുവിലേക്ക് നമ്മൾ നടക്കണം. നടന്ന പോരാ, മണ്ടണം എന്നാ പറയുന്നത്. അള്ളാഹിലേക്ക് മണ്ടിക്കോളിയടാന്നാ പറഞ്ഞത്. മണ്ടിക്കോളി അങ്ങനെ തന്നെയാണ്. അള്ളാഹിലേക്ക് മണ്ടിക്കോളി. അങ്ങനെ ഖുർആന്റെ കുറെ പ്രയോഗങ്ങളുണ്ട്. കുൽ മൂതു ബിഗൈളികും, യഹൂദന്മാരോട് പറഞ്ഞാണ് പോയി ചാത്തോളിയടാ, പോയി മരിച്ചോളി എന്നല്ല, അതിന്റെ അതാണ് പോയി ചാത്തോളിയടാ. നിങ്ങൾ ഈറടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല, നിങ്ങൾക്ക് നേരേക്കാൻ തന്നെയാണ് പോയി ചാത്തോളി. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മൾ ഓടണം. അതിലെന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ആ പ്രയാസത്തോടൊപ്പം എന്തുണ്ടാവും? ഒരു എളുപ്പമുണ്ടാവും. ഒരു കയറ്റം കയറുമ്പം ഒരു ഇറക്കുണ്ടാവും. നല്ലോണം ചൂടെടുത്ത് വേർത്താല് ചെറിയൊരു സുഖം ഉണ്ടാവും. ഒരു കാറ്റിങ്ങനെ കൊള്ളുമ്പോ കുപ്പായ കഴിച്ചിട്ടാല് ഒരു സുഖം ഉണ്ടാവും. അപ്പൊ ഇടങ്ങേറുണ്ടെങ്കിൽ അതിന്റെ ഒരു സുഖം പടച്ചോ എന്ത് ചെയ്യും? തരും. അത് ഇവിടുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ പരലോകത്തുനിന്ന് കിട്ടും. ഇതിവിടെ കുറച്ചേരുള്ളൂ. ഇതെങ്ങനെ എങ്ങനെയായാലും തട്ടിമുട്ടി ഇതിപ്പോ തീരും. ഇതൊന്നും അധികം എങ്ങനെയാലും പോവില്ല. ആരൊക്കെ ഇവിടെ എന്തൊക്കെ കളി കളിച്ചാലും ഇവിടെ കുറച്ചു കാര്യം കളിച്ചാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്ര വലിയ വക്കീലിന് വെച്ച് ഏത് കേസ് നിങ്ങൾ അവിടെ ജയിച്ചാലും അതിനൊക്കെ കുറച്ച് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വലിയൊരു പിടുത്തം വരാണ്ട് സഹോദരങ്ങളെ. അതിലാരെ രക്ഷപ്പെടുള്ളൂ? ഖുർആനിന്റെ ആളുകളെ രക്ഷപ്പെടുള്ളൂ. ഇത് അവസാനിപ്പിക്കണം. ഒരു 5 മിനിറ്റ് കൂടി അവസാനിപ്പിക്കണം. ഖുർആന്റെ ആളുകൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ആരാണ് ഖുർആന്റെ ആളുകൾ? ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാഹ്ക്ക് ചില ആളുകളുണ്ട്, അള്ളാന്റെ ആളുകൾ. അള്ളാഹ്ക്ക് എന്തുണ്ട്? അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് കുറച്ച് കുടുംബക്കാരുണ്ട് പടച്ചോനെ. അതാരാണ്? അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഹാസക. അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അത് ഖുർആനിന്റെ ആളുകളാണ്. അതുകൊണ്ട് ഖുർആന്റെ ആളുകളായി നമ്മൾ മാറണം. ഈ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ സംസാരമാണ്. അത് നമ്മൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. വളരെ ലളിതമാണ് എന്തല്ലേ ഖുർആൻ. എന്താണ്? അള്ളാഹു ശരിയായ ഹിദായത്ത് കൃത്യമായിട്ട് അള്ളാഹു ഹിദായത്ത് സിറാത്തുൽ മുസ്തഖീം ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. നരകക്കാരാരാണ്, സ്വർഗക്കാരാരാണ്, സ്വർഗക്കാരുടെ വിശേഷണങ്ങൾ എന്താണ്, നരകക്കാരുടെ വിശേഷണങ്ങൾ എന്താണ്, നരകത്തിലെ ശിക്ഷകൾ എന്തൊക്കെയാണ്, സ്വർഗത്തിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതിനുവേണ്ടി നിരന്തരം നമ്മൾ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഖുർആന്റെ ആളുകൾ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകളല്ല. അതിന്റെ മുഴുവൻ ആ ഹദീസിന്റെ നിങ്ങൾ വിശദീകരണം ഫുള്ള് മുഹദ്ദിസുകൾ പറഞ്ഞത് ഫുള്ളും എടുത്ത് പരിശോധിച്ചാല് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് അത് ഹിഫ്ളാക്കിയ ആളുകളെ കുറിച്ചല്ല, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളുകളെ കുറിച്ചാണ്. ഒരായത്ത് പഠിച്ചാല് ആ ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികാക്കുക. ഇനി ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം തരങ്ങള്, ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി, ഗൾഫില്.
എനിക്ക് ചെറിയൊരു വണ്ടിപ്രാന്തുണ്ട്, ഇപ്പൊ പോയി ഏകദേശം. അപ്പോ ഈ വലിയ വണ്ടി കാണുമ്പോൾ ചെറിയടങ്ങാറാണ്. നമുക്കില്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഓരോ സാധനത്തോടെ നമുക്ക് താല്പര്യം ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഞാൻ ആ പെരി ചെല്ലുമ്പം അവിടെ വലിയ 2 വണ്ടിയാണുള്ളത്, വലിയ 2 വണ്ടി. അപ്പോ വണ്ടിന്റെ പേരൊന്നും ഇവിടെ പറയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ മോന് മനസ്സിലാവും, അതാ പ്രശ്നം. അപ്പൊ ഇന്നിവിടെ ഏകദേശം ഒരു 1.5 കോടിയൊക്കെ ഉണ്ടാവണ 2 വണ്ടികൾ. 2 വണ്ടി ഒന്നല്ല, ആ വീടിന്റെ മരത്ത് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് 2 വണ്ടികൾ. 1.5 കോടി 1.25 കോടിയൊക്കെ ഉള്ള 2 വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ. എന്താ പത്? പക്ഷെ എന്താ നിങ്ങള് ഒരു ഹദീസ് കേട്ടു. അപ്പൊ ആ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിസ്കാരം കഴിഞ്ഞു കാണ്ട് പെരയ്ക്ക് ചെല്ലുമ്പോ നിങ്ങളെ പെരന്റെ മരത്ത് ചുവന്ന 2 ഒട്ടകങ്ങൾ നിങ്ങളുടേതായിട്ട് കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്തെ റോൾസ് റോയ്സ്, അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല വണ്ടിയാണ് ഈ ചുവന്ന ഒട്ടകം. ഇന്നിപ്പോ നമ്മളൊരു ബെൻസും BMW 7 സീരീസോ അല്ലെങ്കിൽ പിന്നെ റേഞ്ച് റോവറിന്റെ ഒക്കെ വലിയ വണ്ടികളുണ്ട്, 2.5 കോടിന്റെ ഒക്കെ, അല്ലെങ്കിൽ നല്ല ഡിഫൻഡറൊക്കെയാണ് ഇന്ന് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ പെരയിൽ നിസ്കരിച്ച് നമ്മളെ പെരയ്ക്ക് ചെല്ലുമ്പോൾ മരത്ത് 2 വണ്ടിയൊക്കെ ഇങ്ങനെ പുതിയ നിർത്തിയിട്ടൊക്കെ നമ്മളെ പേരില് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ കൊടുത്തയച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമല്ലാണ്ടൊക്കെ. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാണ്, നിങ്ങൾ നിസ്കാരത്തിലെ ഓതണേ 2 ആയത്തിന് തുല്യമാണത് എന്നാണ്. നിങ്ങൾ നിസ്കരിച്ചാൻ പോയിട്ട് 2 ആയത്ത് നിങ്ങൾ ഓതിയാല് ആ 2 ആയത്തിന് തുല്യമാണ് 2 ചുവന്ന ഒട്ടകങ്ങൾ. എന്ത് 2 ആയത്ത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 5 ആയത്തായി. അതിനേക്കാൾ മികച്ചത് പിന്നെ എന്തേ ഉള്ളൂ? 3 ആയത്തേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വലുതില്ല. അപ്പൊ ഈ അത്ര, അതായത് ഇന്നിപ്പോ മലപ്പുറം ജില്ലയിൽ ഈ പറഞ്ഞ 3 വണ്ടി ഒരു ദിവസം ഡെലിവറി എടുക്കാൻ പൂക്കോട്ടും പാടത്താരുണ്ടാവില്ല. ഈ അമരമ്പലം പഞ്ചായത്തോ എന്താണ് താലൂക്ക് എന്തത്, ഈ പഞ്ചായത്തിന് ഞാൻ പറയാണ്, ഈ പറഞ്ഞ 3 വണ്ടി നാളെ ഡെലിവറി എടുക്കാൻ പറ്റിയൊരു മൊയലാളി ഇവിടെ അല്ല, നിങ്ങളെ ഈ പഞ്ചായത്തിലില്ല. പക്ഷെ നിങ്ങൾ നോക്കി, അള്ളാന്റെ ഓഫറാണിത്. 3 ആയത്ത് ഓതിയാല് അതാ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ ഉള്ളിൽ തട്ടണം, ഇതൊക്കെ കിട്ടും. മറ്റെന്താ ഇമാമ് 4 ആയത്ത് ഓതുമ്പോത്തിന് ഇദ്ദേഹം ഈ ബംഗാളി ഓനറിയില്ല ഇവിടെ കുല്ലല്ലാഹു ഓതല്, ഓങ്ങനെ നീട്ടി ഓതുന്നു, നമുക്ക് ഓനെ സഹിക്ക്. ഇങ്ങോട്ട് കമ്മിറ്റിക്കാരോട് പറയാം, ഓന്റെ ഓത്ത് കുറച്ച് അധികമാണ്, ഒന്ന് കുറക്കാൻ പറയും. സഹോദരന്മാരെ, 4 ആയത്ത് തൃപ്തിയായിട്ട് കേട്ടിരുന്നാൽ കിട്ടാൻ പോണ പ്രതിഫലാണിത്. അപ്പൊ അതുകൊണ്ട് അഹ്ലുൽ ഖുർആനാണ് മാറണം. നമ്മൾ ഖുർആന്റെ ആളുകളാണ്. ഒരായത്ത് പഠിച്ച് ആ ആയത്ത് ജീവിതത്തിൽ പകർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആന്റെ ആളുകളായിട്ട്. കാരണം ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കുടുംബക്കാരാണെന്നാ പറഞ്ഞത്, അള്ളാന്റെ ആൾക്കാരാണ്. പിന്നെ എന്തിനാ നമ്മൾ ബേജാറാക്കണത്? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോ എന്താ പറഞ്ഞത്, അവിടെ നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുണ്ടാവും, നിന്റെ ആളാന്ന് പറഞ്ഞാൽ മതി എന്ന് ഒരാൾ പറയുമ്പം നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അവിടെ എന്ത് തിരക്കുണ്ടെങ്കിലും അവിടെ നമുക്ക് വേറൊരു പാസ് ഉണ്ട് നമ്മളെടുത്ത്. ആ പാസിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും. അപ്പൊ അള്ളാന്റെ ആക്ക് നിങ്ങൾ മഹ്ശറിക്ക് പോകുമ്പോൾ ഒരു ബേജാറും വേണം, നിങ്ങൾ അള്ളാന്റെ ആളാണ്, അഹ്ലുൽ ഖുർആനാണ് എന്നുള്ള ഒരു വിശ്വാസം സഹോദരങ്ങൾ ഉണ്ടാണെങ്കിൽ ആ ഖുർആനോട് നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യം വേണം. ഇവിടെ QHLSന്റെ എല്ലാ വ്യാഴാഴ്ചയും. അപ്പൊ അതുകൊണ്ട് ഒരായത്ത് നമ്മൾ അർത്ഥറിഞ്ഞ് പഠിച്ച് അത് ഓതി, അത് നിസ്കാരത്തിലൊക്കെ ഒന്ന് ഓതി, സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഒന്ന് ഓതി വെക്കുക. നമ്മളൊരു ആയത്ത് 2-3 ആയത്ത് പഠിച്ചുകാണ്ട് അതിങ്ങനെ സുന്നത്തിൽ 3-4 ഓതിയാൽ മതി. അങ്ങനെ തന്നെ ഇത് പഠിച്ചാ സുന്നത്ത് നിസ്കാരത്തിൽ ഓതുക, അത് നോക്കി ഓതി, ഒരു പേപ്പറിൽ എഴുതിയാണ്ട് നോക്കിയാണ് ഓതിയാൽ മതി. അങ്ങനെ എന്നും ഒരു സുന്നത്ത് നിസ്കാരത്തിൽ അതെന്നാണ് ഓതിയാൽ അത് പഠിച്ചു. അങ്ങനെ ഇത് പഠിയാ. നമ്മളൊരു ശ്രമം നടത്തണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വന്ന് പോയിട്ട്, ജിബ്രീൽ വഹി ഇറങ്ങിയിട്ട് വന്ന് പോയിട്ട് നബി ഇത് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് നബി ഇങ്ങനെ തൊള്ളട്ടടിച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ആയത്തിറങ്ങി ഖുർആനില്. ലോകാവസാനം വരെ നമ്മൾ ഓതുന്ന ഖുർആനിൽ അള്ളാഹ് ആയത്തിറക്കി, നബിയെ താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടണ്ട, തൊള്ളട്ടടിച്ചണ്ട, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചേരാ ഖുർആനിൽ. അപ്പൊ നബി എന്തിനാ അങ്ങനെ തൊള്ളട്ടടിച്ച് പിന്നെ ഓതി? എന്തിനാണ്? ഇത് മറക്കൂന്ന് പേടിച്ചിട്ട്. ഇപ്പൊ നബി എത്ര എഫേർട്ട് എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളങ്ങനെ എന്നെടങ്ങാറായിക്കണോ? ഖുർആൻ ഒരു ആയത്ത് പഠിച്ച് നിൽക്കോ നോക്കാൻ നമ്മൾ നോക്കില്ല. നമ്മളെന്താ പറയാ, ഇനിയിപ്പോ ഒന്നും നടക്കൂല, ഇനിയിപ്പോ എപ്പോഴാ ഖുർആൻ പഠിച്ചാൽ നിൽക്കുന്നത്, ഇനിയിപ്പോ ഓൻ്റെ ഒരു വയലിട്ട് ഇപ്പൊ ഖുർആൻ പഠിച്ചാൽ നിൽക്കല്ലേ.
ഇങ്ങനെ പിന്നെ ഓതിയത് നിൽക്കും, നമുക്ക് തോന്നുകയാണ്. കാരണം വലഖദ് യസ്സർനൽ ഖുർആന, എന്താണ് അള്ളാഹു ഖുർആൻ എളുപ്പമാക്കി ഓർക്കുന്ന ആൾക്കാർക്ക് പഠിച്ചോ, ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് പഠിച്ചോ അത് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് മെനക്കെട്ടാലല്ലേ നമ്മൾ പഠിച്ചോന്റെ ആളാന്ന്, അള്ളാന്റെ ആളാ, ഖുർആന്റെ ആളാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഖുർആന്റെ ആളുകളായിട്ട് മാറുക. നമ്മൾ ഈ മെസ്സേജ് ഇതാണ് നമ്മളിവിടെ ഈ ചൂടത്ത് ഇവിടെ കൂടിക്കണതും നമ്മളിത് കേൾക്കണമൊക്കെ എന്തിനാണ്? ഇത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാനാണ്. ആദ്യമായിട്ട് നമ്മളെ കൂടെയുള്ള മക്കൾക്ക്, നമ്മളെ കുടുംബക്കാർക്ക്, നമ്മളെ പെണ്ണുങ്ങൾക്ക്, നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ വാപ്പാക്ക്, നമ്മളെ അമ്മാക്ക്. കാരണം ഒത്തക്കുന്നാർ, നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ. ആരെ? മനുഷ്യരും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുക. അവിടുന്ന് നമ്മളെ കുടുംബത്തെയും നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പട്ടിണി പിടിച്ച സഹാബത്തിനോടാണ് അള്ളാന്റെ റസൂലിന് പറഞ്ഞത്, ഇത്തക്കുന്നാർ വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും. കാരക്കയുടെ ചുള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവൂല, ചെറിയ കുട്ടിയൊക്കെ അറിയണ്ടാവൂല. നമ്മളൊക്കെ ചിന്റൊക്കെ ചെറുപ്പത്തില് പള്ളിക്ക നോമ്പറക്കാൻ ഇന്നത്തെ പോലെ ആകെ ഇങ്ങനെ വെള്ളം ഉണ്ടാകുക, വെള്ളം. പിന്നെ വയസ്സന്മാരുണ്ടാവും കോന്തൽക്കെന്ന് ഒരു ഉണങ്ങിയ കാരക്ക ഉണ്ടാവും, ഒരു 8 ചുളയൊക്കെ ആക്കും, 4 8 ചുളാക്കിയിട്ടാണ് മുറിച്ചേക്കുക. ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഒരു കാരക്ക, അത് കാരക്ക എന്ന് പറഞ്ഞാൽ അത് 4 ദിവസം വെള്ളത്തിലിട്ടാലേ അത് തിന്നാൻ തന്നെ വെക്കുള്ളൂ. അങ്ങനത്തെ കാരക്ക 4 പീസ് 8 പീസും ആക്കിയിട്ടാണ് നോമ്പറക്കാൻ കിട്ടുക. കാരക്ക കൊണ്ട് എന്നല്ല പറഞ്ഞത്, കാരക്കയുടെ ചുള കൊണ്ട് എന്നാ പറഞ്ഞത്. നിങ്ങൾ നരകത്തെ കാക്കണം. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ നരകത്തെ കാക്കണം എന്ന്. അപ്പൊ അതാണ് നരകത്ത് പോകാതെ സ്വർഗത്തേക്കാണ് പോകാൻ പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാതെ ഈ ദുനിയാവിൽ ഇങ്ങനെ കുറെ കെട്ടിമറിഞ്ഞ് ഇവിടെ നമ്മൾ ആവശ്യമില്ലാതെ കുറെ വിഷമിക്കലല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. കുടുംബത്തോട് ആ ബോധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മക്കളെയും, നമ്മൾ പള്ളിയിൽ പോയി സുബൈക്ക് പോയി നമ്മളെ മക്കളെ വിളിച്ചാൽ മതി അല്ലേ? സുബൈക്ക് പള്ളിക്ക് ഇറങ്ങണതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഇറങ്ങുമ്പോൾ വിളിച്ചാൽ കുട്ടികളെ കിട്ടൂല. കുറച്ച് നേരത്തൊക്കെ വിളിച്ച് സോപ്പിട്ടൊക്കെ റെഡിയാക്കിയാലേ കുട്ടികളെ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ തലേന്ന് തന്നെ പണിയെടുക്കേണ്ടി വരും. തലേന്ന് തന്നെ എടാജിൻ്റെ ഇപ്പം നാളെ സുബൈക്ക് വരണട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓനൊക്കെ സെറ്റാക്കി ഉറക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാവിലെ വിളിച്ചാൽ അന്നത്തെ കാലത്ത് കുട്ടികൾ പോരുള്ളൂ. പഴയ മാരത്തെ കുട്ടികളല്ല ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യത്തിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ ഒന്ന് കൂടെ കൂട്ടേണ്ടവരൊക്കെ ഒന്ന് കൂടെ കൂട്ടി സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു ശ്രമം നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നടത്തണം. നമ്മൾ അള്ളാഹുവിനോട് നല്ല ആ വിഷയത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരിക്കലും പഠിച്ചോ എന്ത് ചെയ്യില്ല, പ്രാർത്ഥന ഒരിക്കലും പഠിച്ചോ എന്ത് ചെയ്യില്ല, തട്ടിക്കളയില്ല. തട്ടിക്കളയുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, നമ്മൾ ഹറാമ് തിന്നുണ്ടോ നോക്കണം. ഹറാമ് തിന്നുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥന എന്ത് ചെയ്യൂല, പഠിച്ചോ സ്വീകരിക്കൂല. പലിശ തിന്നാൻ പാടില്ല, മറ്റുള്ളവരത് കട്ടെടുത്ത് തിന്നാൻ പാടില്ല. അങ്ങനെ ഹറാമ് സമ്പാദ്യം പള്ളിക്ക് കയറുന്നുണ്ടോന്ന് നമ്മൾ നല്ലോണം നോക്കണം. നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാത്തൊരു പ്രശ്നം അതുകൊണ്ട് വരും. അതുകൊണ്ട് അതില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പ്രാർത്ഥന എന്താവൂല, വേസ്റ്റ് ആവൂല. അള്ളാഹുവുമായിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണ് പ്രാർത്ഥന, ഇബാദത്താണ് പ്രാർത്ഥന. അതാണ് സത്യവിശ്വാസിയുടെ ആയുധം. അത് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാണ് നമ്മൾ പറയണത്, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലൊരു കൂട്ടായ്മയാണ് അല്ലേ? അത് പറയാനും അത് ദഅവത്ത് ചെയ്യാനും ആ മാർഗത്തിലൂടെ മുന്നേറാനും. അങ്ങനെ പ്രവാചകന്മാർ സഞ്ചരിച്ച വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിന് റിസൾട്ട് ഉണ്ടോ നിങ്ങൾ ബേജാറാകണ്ട. എത്ര ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ട് കേട്ടു നിങ്ങൾ സങ്കടപ്പെടണ്ട. ചില ആൾക്കാർ ഓൻ പറഞ്ഞിട്ട് ഓന്റെ മകനെയും കൂടി ഓന്റെ ഒപ്പം നിർത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയും. അതൊന്നും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് കേട്ടു നിങ്ങൾ ബേജാറാകണ്ട. മക്കളില്ല വിചാരിച്ചു കണ്ട് നൂഹ് നബിന്റെ മകൻ നൂഹ് നബിന്റെ കപ്പലിൽ കയറിയിട്ടില്ല. ലൂത്ത് നബിന്റെ പെണ്ണുങ്ങള് ലൂത്ത് നബിന്റെ കപ്പലിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് നൂഹ് നബിക്ക് കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ? 950 കൊല്ലം വയറിഞ്ഞിട്ടും കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുള്ളൂ. റിസൾട്ടിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബേജാറാകണ്ട. നിങ്ങൾ മെനക്കെട്ടുകണോ, നിങ്ങൾ ആ കർത്തവ്യം ചെയ്തുകണോ, പറയേണ്ടിടത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകണോ, പറയേണ്ടത് നിങ്ങൾ പറഞ്ഞുകണോ.
ആ നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനെന്ത് മാറ്റം ഉണ്ടായി എന്ന് നമ്മളല്ല നോക്കേണ്ടത്, അത് പടച്ചോനാണ് നോക്കേണ്ടത്. അത് പടച്ചോൻ നോക്കിക്കോളും. അതിനെപ്പറ്റി വല്ലാതെ നിങ്ങൾ ബേജാറാകണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മൾക്ക് ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു നമുക്ക് വഴി കാണിക്കട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിൽ അടിയുറച്ച് നിൽക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും ബാത്തിലിൽ നിന്നും ബാത്തിലിന്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ